എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂലൈയിൽ നടത്തിയ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി കാറ്റഗറീസ് ഓഫ് ഡിസബിലിറ്റീസ് ആർ റെക്കഗ്നൈസ്ഡ് അണ്ടർ RPW ആക്ട് 2060? അതായത് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 പരിഷ്കരിച്ചിരുന്നു. അപ്പം അതിൻ്റെ കീഴിൽ വരുന്ന ഡിസബിലിറ്റീസിൻ്റെ കാറ്റഗറീസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്തോരം അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7, 12, 70, 21. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, 21 ആണ്. 1995 വന്ന പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് റീപ്ലേസ് ചെയ്ത് വന്നതാണ് 2016 റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്നുള്ളത്. ഇത് യുണൈറ്റഡ് നാഷണൽ കോൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ടിൻ്റെ ആ ഒരു ഒബ്ലിഗേഷൻസ് എല്ലാം ഫുൾഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റീസും അതിൻ്റെ സെവയർനെസ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റുകളും ഒക്കെ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട്. 2016 ഇത് എനാക്ട് ചെയ്തതെങ്കിലും ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ആയത് 2017 ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന കാറ്റഗറി ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് വിഷ്വൽ, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, മെൻ്റൽ ഡിസബിലിറ്റി, ബ്ലഡ് ഡിസോർഡർ, ന്യൂറോളജിക്കൽ ഡിസോർഡർ, മിക്സഡ് ഡിസോർഡർ എന്നിവയാണ്. ഇതെല്ലാം കൂടെ കൂട്ടി, അതായത് ഇതിൻ്റെ കീഴിലെല്ലാം കൂടെ കൂട്ടിയാണ് ടോട്ടൽ 21 ഡിസീസസ് വരുന്നത്. ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല, ഡിസബിലിറ്റീസ് വരുന്നത്, ടൈപ്പ് ഓഫ് ഡിസബിലിറ്റീസ് വരുന്നത്. അതിൻ്റെ അത് ബ്ലൈൻഡ്നെസ് ഉണ്ട്, ലോ വിഷൻ ഉണ്ട്, ഡെഫ് ഉണ്ട്, ഹാർഡ് ഓഫ് ഹിയറിംഗ് ഉണ്ട്, ലെപ്രോപ്സി ക്യൂർഡ് ഉണ്ട്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉണ്ട്, സെറിബ്രൽ പാൽസി ഉണ്ട്, ഡാർഫിസം ഉണ്ട്, മസിൽ ഡിസ്ട്രോഫി ഉണ്ട്, ആസിഡ് അറ്റാക്ക് വിക്ടിം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ, ഓട്ടിസം, മെൻ്റൽ ഇൽനെസ്, ഹീമോഫീലിയ, തൽസീമിയ, സിക്കിൾ സെൽ ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, പാർക്കിൻസൺ ഡിസീസ്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി. ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള നോട്ട് അല്ലെങ്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ മോണിറ്ററിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2080 അറ്റ് നാഷണൽ ലെവൽ ഈസ്. അതായത് ഈ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് നാഷണൽ ലെവലുള്ളതാണ്. അപ്പം അത് മോണിറ്റർ ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന അതോറിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ ഏജൻസി ഓഫ് ഡിസബിൾഡ് പേഴ്സൺ, നാഷണൽ ഏജൻസി ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, നാഷണൽ കമ്മീഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, നാഷണൽ കമ്മീഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ആണ്, ഡിസബിലിറ്റി ആണ് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് മോണിറ്റർ ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഈ നാഷണൽ കമ്മീഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ള കമ്മീഷനാണ്. ഈ ഒരു ആക്ട് പ്രകാരം ഒരു 6 മുതൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇവരാണ് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് ഈ ഒരു ആക്റ്റാണ്. അതുപോലെ തന്നെ ഈ ഡിസബിലിറ്റി ഉള്ളവർക്ക് 5% റിസർവേഷൻ ഉണ്ട്. അത് ഗവൺമെൻറ്, അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇവർക്ക് ഈ ഒരു 5% റിസർവേഷൻ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് പെർസെൻറ്റേജ് ഓഫ് GDP അലോക്കേഷൻ ടുവേർഡ്സ് എഡ്യൂക്കേഷൻ ബൈ NEP 2020. അതായത് NEP 2020 മുന്നോട്ട് വയ്ക്കുന്ന GDPയുടെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5%, 6%, 10%, 12%. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 6% ആണ്. NEP 2020 ഡെവലപ്പ് ചെയ്തത് കെ കസ്തൂരിരംഗനാണ്. അത് 2020 അപ്രൂവ് ചെയ്തത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് NEP 2020 എന്ന് പറയുന്നത്. കെ കസ്തൂരിരംഗൻ്റെ ചെയർമാൻഷിപ്പിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് എടുത്തത്. 1986 വന്ന നാഷണൽ പോളിസീനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നത്. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുക, അതുവഴി ഇന്ത്യനെ ഒരു ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫൗണ്ടേഷണൽ പില്ലേഴ്സ് എന്ന് പറയുന്നത് ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി,
ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നിവയുള്ളതാണ്. ഇത് 2030 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ അജണ്ടാസുമായിട്ട് സിങ്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് ഇന്ത്യനെ ഒരു വൈബ്രൻറ്റ് നോളജ് സൊസൈറ്റിയും ഒരു ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ആക്സസ് ടു ഓൾ ലെവൽസ് ഓഫ് സ്കൂളിങ് 3 to 6 ആ ഒരു വയസ്സ് വരെ ക്വാളിറ്റി ആയിട്ടുള്ള ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുക. 5+3+3+4 എന്നുള്ളൊരു പെഡഗോജിക്കൽ സ്ട്രക്ചറാക്കി, അത് ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി എന്നിങ്ങനെ. ഇവിടെ ഒരു സെപ്പറേഷനും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ആർട്സ് സയൻസും തമ്മിലും കരിക്കുലർ, കോ കരിക്കുലർ, അക്കാഡമിക്, വൊക്കേഷണൽ സ്ട്രീംസ് അങ്ങനെയുള്ള യാതൊരു സെപ്പറേഷനും എടുത്തു കളയുകയാണ് NEP ചെയ്യുന്നത്. ഒരു മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ റിസർച്ച് യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്തെടുക്കുക. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ സെറ്റപ്പ് ചെയ്യുക. നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ന്യൂമറസി ഡെവലപ്പ് ചെയ്യുക. ഇക്വിറ്റബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് സെറ്റപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസ് ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സിന് വേണ്ടി സെറ്റപ്പ് ചെയ്യുക. സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി സെറ്റപ്പ് ചെയ്യുക. മൾട്ടിലിംഗ്വലിസം, ഇന്ത്യൻ ലാംഗ്വേജസും പ്രൊമോട്ട് ചെയ്യുക. പരക്ക് ഡെവലപ്പ് ചെയ്യുക, അതായത് പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനുള്ളതാണ്. അതൊരു നാഷണൽ അസസ്മെൻറ്റ് സെൻ്ററാണ്, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ 2035 ആകുമ്പോഴേക്കും ഹയർ എഡ്യൂക്കേഷനിലെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 50% ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എക്സ്പാൻഡ് ചെയ്യുക. നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോർ NETF ഡെവലപ്പ് ചെയ്യുക. 2030 100% യൂത്ത് ആൻഡ് അഡൾട്ട് ലിറ്ററസി അച്ചീവ് ചെയ്യുക. സെൻട്രും സ്റ്റേറ്റും കൂടെ വർക്ക് ചെയ്തിട്ട് എഡ്യൂക്കേഷനിൽ GDP ഒരു 6%-നുള്ളൊരു ഇൻപുട്ട് കൊടുക്കുക. സെൻട്രലും സ്റ്റേറ്റും കൂടെ. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ സ്ട്രെങ്തൺ ചെയ്യുക. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടുള്ള എൻട്രൻസിന് വേണ്ടി NDA എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുക. 2020 NEP എയിം ചെയ്യുന്നത് ഗ്രോത്ത് എൻറോൾമെൻറ്റ് റേഷ്യോ 100% പ്രീ സ്കൂളിലാക്കുക. അതായത് സെക്കൻഡറി ലെവലിൽ അതൊരു 2030 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ ഗ്രോത്ത് എൻറോൾമെൻറ്റ് റേഷ്യോ ഹയർ എഡ്യൂക്കേഷനിൽ വൊക്കേഷണൽ 2018 26.3 അത് ആയിരുന്നു. അത് 2035 ആകുമ്പോഴേക്കും 50% ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ് ടു ദ വാട്ട് ഗ്രേഡ് NEP 2020 aims to achieve യൂണിവേഴ്സൽ ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി ബൈ 2025. അതായത് 2025 ആകുമ്പോഴേക്കും യൂണിവേഴ്സൽ ഫൗണ്ടേഷൻ ലിറ്ററസി ന്യൂമറസിയും അച്ചീവ് ചെയ്യുക. ഏത് ഗ്രേഡിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4, ഗ്രേഡ് 5. ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഗ്രേഡ് 3 ആണ്. ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി ഗ്രേഡ് 3 അച്ചീവ് ചെയ്യാനായിട്ട് 2021 സ്റ്റാർട്ട് ചെയ്താണ് നിപുൺ എന്ന് പറയുന്നത്. സെമാൻറ്റിക് മെമ്മറി മീൻസ് മെമ്മറി ഓഫ്, അതായത് സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓർത്ത് വെക്കുന്നതിനാണ് നമ്മൾ സെമാൻറ്റിക് മെമ്മറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോട്ടോർ സ്കിൽ ആൻഡ് ഓപ്പറേഷൻ, ഇൻസിഡൻസ് ആൻഡ് പേഴ്സണൽ ഇവൻറ്റ്സ്, ഫാക്ട്സ്, കോൺസെപ്റ്റ്സ് ആൻഡ് നോളജ്, പെയിൻഫുൾ ഇവൻറ്റ്സ്. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ഫാക്ട്സ്, കോൺസെപ്റ്റ്സ് ആൻഡ് നോളജ് ആണ്. ഫാക്ട്സ്, കോൺസെപ്റ്റ്സ്, നോളജ് എന്നിവയൊക്കെ ഓർത്ത് വയ്ക്കുന്നതിനാണ് നമ്മൾ സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. പേഴ്സണൽ ഇവൻറ്റ്സും എക്സ്പീരിയൻസൊക്കെ ഓർത്തിരിക്കുന്നത് എപ്പിസോഡിക് മെമ്മറിയാണ്. സെൻസറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു ഇൻപുട്ടിൻ്റെ ഫലമായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുന്നതാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുന്ന ആ രീതി, ആ ഒരു പ്രൊസീജിയറൊക്കെ ഓർത്തിരിക്കുന്നതാണ് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കീ ഫീച്ചർ ഓഫ് SSA സമഗ്ര ശിക്ഷ അഭിയാൻ ഈസ് എംബസൈസ്ഡ് ടു. അതായത് സമഗ്ര ശിക്ഷ അഭിയാൻ എന്തിനാണ് എംബസൈസ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾ ബിൽഡിംഗ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്, സ്റ്റുഡൻറ് ഡിസിപ്ലിൻ, സ്കൂൾ കൾച്ചർ. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ആണ്. അതായത് സമഗ്ര ശിക്ഷ അഭിയാൻ 2018-19 കാലഘട്ടത്തിലാണ് വന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതായത് CWSന് വേണ്ടിയുള്ളതാണ് ഈ SSA എന്ന് പറയുന്നത്, സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. സമഗ്ര ശിക്ഷ അഭിയാൻ നാഷണൽ എഡ്യൂക്കേഷൻ മിഷൻ എന്ന് പറയുന്നത് 2018 ലോഞ്ച് ചെയ്തത്.
സർവശിക്ഷ അഭിയാനും RMSയും ടീച്ചർ എഡ്യൂക്കേഷനും എല്ലാം സമഗ്ര ശിക്ഷ അഭിയാനിൽ 2018 മെർജ് ചെയ്തു. അതായത് സർവശിക്ഷ അഭിയാനും RMSും ടീച്ചർ എഡ്യൂക്കേഷനൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് നിന്ന് ഇതെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് ഒറ്റ ഇതായിട്ട് വന്നു. അതിനാണ് നമ്മൾ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. ഇനി സമഗ്ര ശിക്ഷ അഭിയാൻ എംഫസൈസ് ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക. അതിൻ്റെ അകത്ത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിനും പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. അതായത് CWSN സ്റ്റുഡൻസിൻ്റെ ഐഡൻറ്റിഫിക്കേഷന്, അസസ്മെൻറ്റ്, അതുപോലെ തന്നെ ലേണിംഗ് എയ്ഡ്സിൻ്റെ പ്രൊവിഷന്. ഇത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള ഗേൾസിന് സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CWSN സ്റ്റുഡൻസിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ തന്നെ ഇവരുടെ അവെയർനെസ്സും നേച്ചറും ഒക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനും ജനറൽ ടീച്ചേഴ്സിനും ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ഗോൾ ഓഫ് ആക്ഷൻ റിസർച്ച് ഈസ് ടു. ആക്ഷൻ റിസർച്ചിൻ്റെ മെയിൻ ഗോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെസ്റ്റ് ആക്ഷൻ ഹൈപ്പോത്തീസിസ്, പബ്ലിഷ് ഫൈൻഡിങ്സ് ഇൻ അക്കാഡമിക് ജേർണൽസ്, ഇഗ്നോർ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഇംപ്രൂവ് പ്രാക്ടീസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇംപ്രൂവ് പ്രാക്ടീസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് എന്നുള്ളതാണ്. അതായത് ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിനാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ആക്ഷൻ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള റിസർച്ചറോ ഒന്നും ആയിരിക്കില്ല, ടീച്ചേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കില്ല ഒരിക്കലും കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കുട്ടികൾ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോബ്ലത്തിന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷൻ വേണം. അപ്പോൾ ടീച്ചർ തന്നെ ആ പ്രോബ്ലം എന്താണെന്ന് പഠിക്കുകയും അതിനുശേഷം അതിനൊരു സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യുവാണ് ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇംപ്രൂവ് പ്രാക്ടീസ് ആൻഡ് സോൾവ് പ്രോബ്ലം എന്നുള്ളതാണ് ആക്ഷൻ റിസർച്ചിൻ്റെ മെയിൻ ഗോളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വിത്ത് റാൻസം വെയർ. റാൻസം വെയറുമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ അറ്റാക്ക് ത്രൂ ഫിഷിംഗ് ഇമെയിൽസ്, ഇറ്റ്സ് അറ്റാക്ക് ക്യാൻ ലീഡ് ടു ഫിനാൻഷ്യൽ ലോസ്, ഇറ്റ് പ്രിവെൻറ്റ് ആക്സസ് ടു ഫയൽസ്, ഇറ്റ് കോസ് ഡേറ്റ തെഫ്റ്റ്, ഇറ്റ് ഈസ് എ സൊഫിസ്റ്റിക്കേറ്റഡ് ഫോം ഓഫ് മാൽവെയർ. അതായത് ഇത് പറഞ്ഞിരിക്കുന്ന ഒരു ഫിഷിംഗ് ഇമെയിൽസിലൂടെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ ലോസ് വരുത്തുന്നുണ്ട്, നമ്മുടെ ഫയൽസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഡേറ്റ തെഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഇതൊരു മാൽവെയർ ആണ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ഇതെല്ലാം ശരിയാണ്. അതായത് റാൻസം വെയർ എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് ഇമെയിൽസിലൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഫയൽസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, നമ്മുടെ ഡേറ്റ തെഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു മാൽവെയർ ആണ്. കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്ത് ബിറ്റ് കോയിനിലൂടെ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയറാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. വനാക്രേ, നെറ്റ് വാക്കർ എന്നിവയെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. 2017 150ഓളം രാജ്യങ്ങളിൽ വേരുറപ്പിച്ച ഒരു സൈബർ ആക്രമണമായിരുന്നു ഈ വനാക്രേ എന്ന് പറയുന്നത്. സാധാരണയായി ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ ആക്രമണകാരി കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് നേടുകയും ഉപയോക്താവിനെ ആക്സസ് ചെയ്തതിന് തടയുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു സൈബർ കുറ്റകൃത്യമാണ് ഈ റാൻസം വെയർ എന്ന് പറയുന്നത്. നമുക്ക് ഡാറ്റയിലോട്ട് ആക്സസ് ലഭിക്കുന്നതിന് പണം നൽകാൻ ആക്രമണകാരി ഇരയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ആർ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വിത്ത് സഹിതം പോർട്ടൽ. സഹിതം പോർട്ടലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് അക്കാഡമിക് ഡിജിറ്റൽ കോണ്ടൻറ്റ്സ് ടു സ്റ്റുഡൻസ്, ഇറ്റ് പ്രൊവൈഡ് അക്കാഡമിക് ആൻഡ് ടീച്ചർ ട്രെയിനിങ് ടു ടീച്ചേഴ്സ്, ഇറ്റ് ഈസ് എ മെൻറ്ററിംഗ് പോർട്ടൽ, ഇറ്റ് ജനറേറ്റ്സ് പ്രൊഫൈൽ ഓഫ് ഈച്ച് സ്റ്റുഡൻസ്, ഇറ്റ് കണ്ടിന്യൂസ്ലി ഒബ്സർവ് സ്റ്റുഡൻസ് അക്കാഡമിക് ജേർണി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഒരു മെൻറ്ററിംഗ് പോർട്ടലാണ്. ഇത് പ്രൊഫൈൽ, ഓരോ കുട്ടിയുടെയും പ്രൊഫൈൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് ജേർണിയെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൈറ്റ് നിർമ്മിച്ചെടുത്ത ഒരു ഡിജിറ്റൽ മെൻറ്ററിംഗ് പ്ലാറ്റ്ഫോമാണ് സഹിതം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. അത് കുട്ടികളുടെ ഓരോരുത്തരുടെ പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അവരുടെ അക്കാഡമിക് ആൻഡ് സോഷ്യൽ ഗ്രോത്ത് അസസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷനെ കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് ആക്കുകയും സപ്പോർട്ടീവ് ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. SCERTയുടെ സഹായത്തോടെ കൈറ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത പോർട്ടലാണ് സഹിതം എന്ന് പറയുന്നത്.
ഇത് സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് ജേർണി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് കുട്ടികളെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. Last question. D. Archana published an article in the year 2023 in Journal of Education, page number 101 to 110, volume of journal is 25, issue number 3, name of the article is Adolescence and Digital Use. Select the correct APS 7 style. അതായത് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഓതറിൻ്റെ പേര് ഡി അർച്ചന എന്നുള്ളതാണ്. ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത ഇയർ 2023 പബ്ലിഷ് ചെയ്തത് ജേണൽ ഓഫ് എഡ്യൂക്കേഷനിലാണ്. അതിൻ്റെ പേജ് നമ്പർ എന്ന് പറയുന്നത് 101 മുതൽ 110 വരെയാണ്. വോളിയം 25, ഇഷ്യൂ നമ്പർ 3 ആണ്. ഇനി നെയിം ഓഫ് ദ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അഡോളസെൻ്റ് ആൻഡ് ഡിജിറ്റൽ യൂസ് എന്നുള്ളതാണ്. ഇനി നമ്മളിതിനെ APS സ്റ്റൈലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ഡി അർച്ചന എന്നാണ് പേര്. അപ്പം ലാസ്റ്റ് നെയിം ആണ് ആദ്യം വരേണ്ടത്. സോ അർച്ചന ഡി കുത്ത്, അതിനുശേഷം ഇയർ വനം ബ്രാക്കറ്റിൽ 2023, പിന്നെ കുത്ത്, പിന്നെ അഡോളസെൻ്റ് ആൻഡ് ഡിജിറ്റൽ യൂസ് എന്നുള്ള ആർട്ടിക്കിളിൻ്റെ പേര് അത് ഇറ്റാലിക്സിൽ വേണം. അതിനുശേഷം കുത്തിടണം. അതിനുശേഷം ജേണലിൻ്റെ പേര് ജേണൽ ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ വോളിയം ഇഷ്യൂ നമ്പർ 25 ബ്രാക്കറ്റിൽ 3, അതിനുശേഷം പേജ് നമ്പർ 101 to 110, അതിനുശേഷം ഫുൾ സ്റ്റോപ്പ്. സോ ഇതാണ് APS സ്റ്റൈൽ അനുസരിച്ചുള്ള ഓർഡർ എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്